എല്ലാവർക്കും നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് ഒരു ചെറിയ ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിലേക്കാണ്. ഭൂമിയിലെ ഏറ്റവും നിഗൂഢവും മനോഹരമായ ഒരിടത്തേക്ക്, മനുഷ്യവാസമില്ലാത്ത മരവിപ്പിക്കുന്ന തണുപ്പും ആഞ്ഞടിക്കുന്ന കാറ്റും മാത്രമുള്ള ഒരിടം. ലോകത്തിൻ്റെ തെക്കേ അറ്റത്ത് മഞ്ഞുപാളികൾക്ക് താഴെ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയം അന്റാർട്ടിക്ക. ഭൂമിയിലെ 90% ശുദ്ധജലവും മഞ്ഞായി ഉറഞ്ഞുകിടക്കുന്ന ഈ ഭൂഖണ്ഡം ശാസ്ത്രലോകത്തിന് ഇന്നും ഒരു അത്ഭുതമാണ്. ഇവിടെ രാജ്യങ്ങളില്ല, അതിർത്തികളില്ല. ഉള്ളത് ഗവേഷണത്തിനായി എത്തുന്ന പരിവേഷകരും പിന്നെ വിനോദസഞ്ചാരത്തിന് എത്തുന്ന വിനോദസഞ്ചാരികളും മാത്രമേ ഉള്ളൂ. അത് വർഷത്തിൽ സീസൺ സമയമുണ്ട്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, അവസാനമായി മാർച്ച് അവസാനം വരെ. ഈ കാലയളവിൽ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളും മാത്രം. പിന്നെ ഇവിടുത്തെ ഈ പ്രദേശത്തിൻ്റെ, അതായത് അന്റാർട്ടിക്കയുടെ യഥാർത്ഥ അവകാശികളായ പെൻഗ്വിനും തിമിംഗലങ്ങളും സീലുകളും മാത്രമാണ്. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമി എന്നും അന്റാർട്ടിക്കയെ വിശേഷിപ്പിക്കാം. കാരണം ഇവിടെ മഴ വളരെ കുറവാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കൗതുകം തോന്നിയേക്കാം, ഈ ഐസിലാണോ മരുഭൂമി എന്ന്. അതെ, മരുഭൂമി എന്നതിൻ്റെ നിർവചനം മഴ കുറവുള്ള സ്ഥലം എന്നാണ്. പക്ഷേ മരുഭൂമി നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് സഹാറ മരുഭൂമിയെക്കുറിച്ചായിരിക്കും ഓർമ്മ വരുന്നത്. ഭൂമിയിലെ അല്ല, ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി, അന്റാർട്ടിക്ക. റോൾഡ് ആമുണ്ട്സെൻ ഒരു നോർവീജിയൻ ധ്രുവ പരിവേഷകനായിരുന്നു. ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലെത്തിയ ആദ്യ വ്യക്തിയായി അദ്ദേഹം മാറി. വെയിൽസ് ഉൾക്കടലിൽ അഡ്മുണ്ട്സൻ ഒരു ബേസ് ക്യാമ്പ് സ്ഥാപിച്ചു 1911 ഡിസംബർ 14. അന്റാർട്ടിക്കയിലെ കഠിനമായ തണുപ്പിലും മഞ്ഞിലും പെൻഗ്വിനുകൾ നടത്തുന്ന അതിജീവനത്തിൻ്റെ കഥ അതിശയിപ്പിക്കുന്നതാണ്. പ്രധാനമായും എംപറർ പെൻഗ്വിനുകളുടെ ജീവചരിത്രമാണ് വളരെ അതിശയോക്തി തോന്നുന്നത്. അന്റാർട്ടിക്കയിൽ ശീതകാലം ആരംഭിക്കുമ്പോഴാണ് പെൻഗ്വിനുകൾ കടലിൽ നിന്നും കരയിലേക്ക് എത്തുന്നത്. കിലോമീറ്ററുകളോളം നടന്ന് തങ്ങളുടെ സ്ഥിരമായ പ്രജനന കേന്ദ്രങ്ങളിൽ അവ ഒത്തുകൂടുന്നു. അവിടെ വെച്ച് അവ തങ്ങളുടെ ഇണയെ കണ്ടെത്തുന്നു. പെൺ പെൻഗ്വിനുകൾ ഒരു മുട്ടയാണ് ഇടുന്നത്. മുട്ടയിട്ട് കഴിഞ്ഞാൽ ആൺ പെൻഗ്വിനുകളുടെ ശരീരത്തിനുള്ളിലെ ഊർജം ഏകദേശം തീർന്നിട്ടുണ്ടാകും. അതിനാൽ ആഹാരം തേടി അവ ഉടൻ തന്നെ കടലിലേക്ക് തിരിച്ചു പോകുന്നു. കുഞ്ഞുങ്ങൾ കുറച്ച് വലുതായാൽ അച്ഛനും അമ്മയും ഒരുപോലെ ആഹാരം തേടി കടലിൽ പോകേണ്ടി വരും. ആ സമയത്ത് കുഞ്ഞുങ്ങൾ തണുപ്പിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരുമിച്ച് കൂടി നിൽക്കും. അന്റാർട്ടിക്കയിൽ വേനൽക്കാലം തുടങ്ങുന്നതോടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ തൂവലുകൾ മാറുകയും അവ മുതിർന്ന പെൻഗ്വിനുകളെ പോലെ ആവുകയും ചെയ്യുന്നു. ഏകദേശം 5 മാസം പ്രായമാകുമ്പോൾ അവ സ്വന്തം കടലിലെ ഇറങ്ങുകയും ആഹാരം തേടാൻ പോവുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഒരു പെൻഗ്വിൻ കുഞ്ഞ് ജനിച്ച് വളരുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കഠിനമായ ത്യാഗത്തിലൂടെയാണ്. -ഡിഗ്രി തണുപ്പിലും അവ തോറ്റുപോകാതെ പ്രകൃതിയോട് പൊരുതി ജീവിക്കുന്നു. തിമിംഗലങ്ങൾ മത്സ്യങ്ങളെപ്പോലെ വെള്ളത്തിൽ ജീവിക്കുമെങ്കിലും അവ സസ്തനികളാണ് എന്നതാണ് അവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് അവ പ്രസവിക്കുകയും കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുകയും ചെയ്യുന്നു. തിമിംഗലങ്ങളുടെ രസകരമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, മത്സ്യങ്ങളെപ്പോലെ ചിറകുകൾ പൂക്കൾ ഉപയോഗിച്ചല്ല തിമിംഗലങ്ങൾ ശ്വസിക്കുന്നത്. അവയ്ക്ക് ശ്വാസകോശമുണ്ട്. ആയതിനാൽ ശ്വസിക്കാൻ വേണ്ടി അവ ഇടയ്ക്കിടെ ജലോപരിതലത്തിലേക്ക് വരുന്നു. തലയ്ക്ക് മുകളിലുള്ള ബ്ലോ ഹോൾ എന്ന സുഷിരത്തിലൂടെ അവ വായു അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് സോഡിയാക് ബോട്ടുകളിലൂടെ വിനോദസഞ്ചാരികൾ അന്റാർട്ടിക്കയിൽ ചുറ്റും കറങ്ങി നടന്ന് കാണുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അന്റാർട്ടിക്കയിലെ മഞ്ഞുകെട്ടുകൾക്കിടയിലൂടെയുള്ള സോഡിയാക്കി ബോട്ട് യാത്ര വിനോദസഞ്ചാരികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ആവേശകരമായ അനുഭവങ്ങൾ ഒന്നാണ്. വലിയ കപ്പലുകൾക്ക് ചെന്നെത്താൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്നത് ഇതുപോലുള്ള ചെറിയ ബോട്ടുകളാണ്. ഇതൊരു തരം ഇൻഫ്ലുവറ്റബിൾ ബോട്ടാണ്. അതായത് വായു നിറച്ച റബ്ബർ ട്യൂബുകൾ കൊണ്ടാണ് ഇതിൻ്റെ വശങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗം കടുപ്പമേറിയതും എന്നാൽ ഭാരം കുറഞ്ഞതുമാണ്. കടൽ പ്രക്ഷുബ്ധമാണെങ്കിലും മറിഞ്ഞു പോകാതെ ജലത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. സാധാരണയായി 10 മുതൽ 12 വരെ ആളുകൾക്കാണ് ഒരു ബോട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കുക. അന്റാർട്ടിക്കയിലെ നാഷണൽ ജിയോഗ്രാഫിക് കപ്പലുകൾ വെറുമൊരു വിനോദസഞ്ചാര കപ്പലുകളല്ല കേട്ടോ. അവ ശാസ്ത്രീയ പര്യവേഷണത്തിനും സ്ഥിതി പഠനത്തിനുമായി സജ്ജീകരിച്ചിട്ടുള്ള അത്യാധുനിക ലിൻബ്ലേഡ് എക്സ്പ്രഷൻ കൂടെ ചേർന്നാണ് ഇവിടെ അത് പ്രവർത്തിക്കുന്നത്.
നാഷണൽ ജിയോഗ്രാഫിക്കൽ അത് പര്യവേഷണത്തിന് വേണ്ടിയും പരീക്ഷണത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കപ്പലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ജിയോഗ്രാഫിക്ക് പ്രധാനമായിട്ടും 3 അത്യാധുനിക കപ്പലുകളാണ് അന്റാർട്ടിക്കയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കട്ടിയുള്ള ഐസിലൂടെ സഞ്ചരിക്കാൻ ശേഷിയുള്ള കപ്പലാണ് ഒരു ഇനത്തിൽപ്പെട്ടത്. മറ്റൊന്ന് ഇതിന് മഞ്ഞുകട്ടകളെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക ശേഷിയുള്ളതുണ്ട്. മൂന്നാമത്തെ ഒരെണ്ണത്തിന് ദീർഘകാലമായി അന്റാർട്ടിക്കയിൽ പര്യവേഷണം സജീവമായി നിലനിർത്തത്തക്ക രീതിയിലുള്ള സജ്ജീകരണങ്ങളോട് കൂടിയ ഒരു കപ്പലും ഉണ്ട്. ഈ കപ്പലുകൾ സഞ്ചരിക്കുന്ന ലാബുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ യാത്രയിലും ശാസ്ത്രജ്ഞന്മാർ, പ്രകൃതി നിരീക്ഷകർ, പ്രശസ്തരായ നാഷണൽ ജിയോഗ്രാഫിക് ഫോട്ടോഗ്രാഫർമാർ എന്നിവർ യാത്രക്കാരോടൊപ്പം ഉണ്ടായിരിക്കും. സമുദ്രത്തിനടിയിലെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഹൈഡ്രോഫോണുകൾ, കടലിനടിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാനുള്ള താണ്ടർ വാട്ടർ ക്യാമറകൾ എന്നിവ ഈ കപ്പലിൽ തന്നെ കാണും. അന്റാർട്ടിക്കയിൽ തന്നെ മഞ്ഞ് മൂടിപ്പോയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു പരീക്ഷണശാലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ പരീക്ഷണശാലയായ ദക്ഷിണ ഗംഗോത്രിയാണ്. 1983-84 കാലഘട്ടത്തിലാണ് ഇന്ത്യ അന്റാർട്ടിക്കയിൽ ദക്ഷിണ ഗംഗോത്രി സ്ഥാപിച്ചത്. അന്റാർട്ടിക്കയിലെ കഠിനമായ തണുപ്പിൽ ഇന്ത്യയുടെ പതാക ആദ്യമായി പാറിക്കളിച്ചത് ഇവിടെയാണ്. ഏകദേശം 81 പേരടങ്ങുന്ന സംഘമാണ് ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തത് തന്നെ. നിഗൂഢതകളും അത്ഭുതങ്ങളും ആവേശവും നിറഞ്ഞ അന്റാർട്ടിക്കൻ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.